Hi students, welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന കഴിഞ്ഞ ലെക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്. ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്തു വിത്ത് ലെങ്ത് എൽ ആൻഡ് യു കൺസിഡർ എ ഫ്രീ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബോക്സ്. The particle is trapped inside the box because the potential energy at the boundaries is infinitely. That box contains infinite hard walls. So a free particle is trapped inside a box with the potential energy is taken as zero. So and we have solved the time independent Schrodinger equation, steady state form of Schrodinger equation, and we got the result that energy levels are quantized with n represents the quantum number which is an integer. N is an integer. It can take values 1, 2, 3, and we have normalized the wave function, and the wave function psi n of x is equal to root of 2 by L sin n pi x by L. Equation number 5, 7 ഇതാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണെന്നും ഒരു പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സിൽ എനർജി ലെവൽസ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് എനർജി ഐഗൺ വാല്യൂസിനും വേവ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ഐഗൺ ഫംഗ്ഷൻസിനും നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. എനർജി ഐഗൺ വാല്യൂ, these are the energy eigenvalues and these are the corresponding energy eigenfunctions. Energy eigenfunctions. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വേവ് ഫംഗ്ഷന് അതായത് n is equal to 1 കിട്ടുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m L സ്ക്വയർ വരും. n is equal to 2 വരുമ്പോൾ 4 pi square h cross square divided by 2m L square അങ്ങനെ വരും. That means energy eigenvalues are proportional to n square. It varies as n square dependence ആണ് അവിടെ ഉള്ളത്. എനർജി ഐഗൺ ഫംഗ്ഷൻസ് ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് we can write psi 1 of x. Psi 1 of x is root 2 by L sin pi x by L, and psi 2 of x is equal to root 2 by L sin 2 pi x by L and so on. അങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം psi 1, psi 2, psi 3 ആ രൂപത്തിൽ. അപ്പോൾ നമ്മൾ അതിനെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതൊരു സൈൻ ഫംഗ്ഷനാണ്. psi 1 of x എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 0 to L വരെയുള്ള ഇതിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ psi 1 of x വിൽ ബി ലൈക്ക് ദിസ്. And psi 2 of x will be psi 3 of x. 3 പീക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് psi 2, ഇത് psi 3 ഈ രൂപത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 to L വരെ. ഓക്കെ, വേവ് ഫംഗ്ഷൻ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ രൂപത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇനി n is equal to 4 വരുമ്പോൾ വീണ്ടും 4 പീക്കുകൾ വരും. ഇവിടെ ഒരു ഒറ്റ സിംഗിൾ പീക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. psi 2ൽ 2 പീക്ക്, psi 3ൽ 2 ഒറ്റ പീക്ക്. ഈ രൂപത്തിലാണ് psi 3ൽ 3 പീക്ക്. ഓക്കെ, 3 മാക്സിമ വാല്യൂസ് അല്ലെങ്കിൽ മാക്സിമ ഓർ മിനിമ വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ വേവ് ഫംഗ്ഷന് തന്നെ psi 1 നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ psi n കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡ് psi n സ്ക്വയർ കണ്ടുപിടിക്കാം. മോഡ് psi n സ്ക്വയർ, psi സ്റ്റാർ psi എന്ന് പറയുന്നത് psi n സ്റ്റാർ psi n. അപ്പോൾ നമുക്കതുപോലെ മോഡ് psi 1 സ്ക്വയർ, മോഡ് psi 2 സ്ക്വയർ, മോഡ് psi 3 സ്ക്വയർ ഇതൊക്കെ കണ്ടുപിടിക്കാം. എന്താ മോഡ് psi 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? മോഡ് psi 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോഡ് psi n സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി
for finding the particle with energy En. With energy En. എനർജി En nth ലെവലിലുള്ള nth എനർജി ലെവലിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി, പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്, നോട്ട് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഡെൻസിറ്റി. ψ1² എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള n=1 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. probability density for n=1 and ψ2² is the probability density for n=2 and mod ψ3² is the probability density for n=3 and so on. അപ്പോൾ നമുക്കതിന് നമ്മൾ സൈൻ്റെ എക്സ്പ്രഷൻ അറിയാം, mod ψn² നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മളത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ വരും? കുറച്ചും കൂടിയും ഒരു ഗോസിയൻ ആയിട്ടുള്ള ഒരു പീക്കാണ് നമുക്ക് കിട്ടുക. മാക്സിമം എന്ന് പറയുന്നത് L/2 മാക്സിമം വാല്യൂ ഈസ് 0 L, ഓൾമോസ്റ്റ് L/2 മാക്സിമം വാല്യൂ വരും. ഇതാണ് മോഡ് ψ1². അപ്പോൾ n=1 സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് അതിൻ്റെ ബോക്സിൻ്റെ സെൻറ്ററിലായിരിക്കും അർത്ഥം. മോഡ് ψ2² വരുമ്പോൾ ഇങ്ങനെ വരും, ഈ രൂപത്തിൽ വരും. ദറ്റ് മീൻസ് അറ്റ് സെൻറ്റർ പ്രോബബിലിറ്റി 0 ആയിട്ട് മാറി സെക്കൻഡ് സ്റ്റേറ്റിൽ. തേർഡ് സ്റ്റേറ്റ് ആവുമ്പോൾ ഈ രൂപത്തിൽ വരും. (0 to L) ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇത് മോഡ് ψ3², ഇത് മോഡ് ψ2². അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ലെവലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് നമുക്ക് കിട്ടുക. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ പാർട്ടിക്കിളിനെ n=1 സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് n=1 എന്ന് പറയുമ്പോൾ E1 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി E1 π²h² ഡിവൈഡഡ് ബൈ 2mL². ഈ എനർജിയുള്ള പാർട്ടിക്കിളിനെ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എനർജി എന്ന് പറയുന്നത് ഇതായിരിക്കും. പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ബോക്സിൻ്റെ സെൻറ്ററിലായിരിക്കും. പക്ഷേ n=2 ആയപ്പോൾ പ്രോബബിലിറ്റി വ്യത്യസ്തമായി, പ്രോബബിലിറ്റി മാറി. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ മിനിമമായി. എനർജി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ്ലി E2 എന്ന് പറയുന്നത് 4π²h² ഡിവൈഡഡ് ബൈ 2mL². n=3 ആവുമ്പോൾ കറസ്പോണ്ടിങ് എനർജി E3 9π²h² ഡിവൈഡഡ് ബൈ 2mL². അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് എനർജി ലെവൽസിലുള്ള പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എല്ലാ എനർജി ലെവലിലുള്ള പാർട്ടിക്കിളിന് ഏത് എനർജി ആയാലും ഒരേ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ മെക്കാനിക്സ് probability for finding the particle anywhere between 0 to L is always same. പാർട്ടിക്കിളിനെ എവിടെ കാണാനുള്ള പ്രോബബിലിറ്റിയും എവിടെയും ഒരേ പ്രോബബിലിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പാർട്ടിക്കിളിനെ എവിടെ വേണമെങ്കിലും ഒരേ പ്രോബബിലിറ്റിയാണ്. അതായത് 0 to L വരെയുള്ള ഒരു ബോക്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോക്സിൻ്റെ ഏത് സ്ഥലത്തും പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയല്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി സെൻറ്ററിൽ മാക്സിമം ആയിരിക്കും, ബൗണ്ടറീസിൽ വളരെ കുറവായിരിക്കും. മോഡ് ψ2² ആകുമ്പോൾ അതായത് n=2 സ്റ്റേറ്റ് ആകുമ്പോൾ അവിടെ വ്യത്യാസം വന്നു. പ്രോബബിലിറ്റി ഈ രണ്ട് L/2 0 ആണ്, പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രോബബിലിറ്റി മാക്സിമമായി. ψ3² ഇവിടെ 3 സ്ഥലങ്ങളിലെ പ്രോബബിലിറ്റി മാക്സിമം ആണ്, ബാക്കി സ്ഥലങ്ങളിൽ വളരെ കുറവുമാണ്. ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. അതാണ് ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഫിസിക്സ്, ഈ പ്രോബബിലിറ്റിയുടെ
ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഫിസിക്സ് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ ചില ഫിസിക്കൽ ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷറബിൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ, പൊസിഷൻ, മൊമെൻറ്റവും എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത്. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷനും എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റവും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പാർട്ടിക്കിൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് പൊസിഷൻ ഫോർ ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഫോർ ദ പാർട്ടിക്കിൾ, ഇതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. Expectation value of position, expectation value ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചോണ്ട്. എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രൽ -∞ to +∞ sin star of x into x sin of x dx. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് 0 to L വരെയാണ് പാർട്ടിക്കിൾ കൺഫൈൻ ചെയ്താണത്. ഔട്ട്സൈഡ് വേവ് ഫംഗ്ഷൻ 0 ആണ്. ഔട്ട്സൈഡ് ദ ബോക്സ് വേവ് ഫംഗ്ഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ, കാരണം ബൗണ്ടറി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ഹാർഡ് വാൾസ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രൽ -∞ to +∞ എന്നുള്ളതിന് പകരം ഇൻറ്റഗ്രൽ 0 to L വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി എക്സ്. സോ sin star of x എന്ന് പറയുന്നത് sin star of x into x sin of x dx എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to L √2 by L sin n pi x by L into x √2 by L sin n pi x by L into dx അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കതിനെ 2 by L പുറത്തേക്ക് എടുക്കാം. 2 by L ഇൻറ്റഗ്രൽ 0 to L x sin square n pi x by L. sin square തീറ്റ എന്ന് പറയുന്നത് 1 - cos 2 theta divided by 2 ആണ്. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin square n pi x by L എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, expectation value of x is equal to 2 by L integral 0 to L x into 1 - cos 2 n pi x by L divided by 2 into dx. Okay, so that can be 2 by L into 1 by 2 integral 0 to L x dx. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. -2 by L into 1 by 2 integral 0 to L x cos 2 n pi x by L into dx. Okay, so the result will be 2 by 2 into വെട്ടിപ്പോയി 1 by L x squared by 2 integral x dx x squared by 2 lower limit 0 upper limit L minus 1 by L integral 0 to L x cos 2 n pi x by L into dx. So 1 by L into upper limit and lower limit കൊടുക്കുമ്പോൾ L square by 2 minus 0, then minus 1 by L integral 0 to L x cos 2 n pi x by L
ഇൻറ്റു ഡി എക്സ് നേരെ. അപ്പോൾ നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ that result will be L by 2 first term L square വെട്ടി പോകുമ്പോൾ L by 2 വരും minus 1 by L integral 0 to L x cos 2n pi x by L dx. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ +2 തലത്തിൽ അല്ലെങ്കിൽ ഡിഗ്രി കോംപ്ലിമെൻ്ററിയിൽ പഠിക്കുന്നതാണ്. മാത്തമാറ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററിയിൽ ഇൻ്റഗ്രൽ യു ഡി വി ഈ ഫോർമാറ്റിലാണെങ്കിൽ യു വി മൈനസ് ഇൻ്റഗ്രൽ വി ഡി യു ഇത് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സിനെ യു എന്നും ഇതിനെ ഡി വി എന്നും കൊടുക്കുക. അപ്പോൾ എന്ത് വരും? So expectation value of x is equal to L by 2 minus 1 by L uv minus integral u എന്ന് പറയുമ്പോൾ x, v എന്ന് പറയുമ്പോൾ integral dv എന്ന് പറയുമ്പോൾ sin 2n pi x by L divided by എൻ്റെ കോൺസ്റ്റന്റ് 2n pi by L. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക 0 to L minus 1 by L minus integral v du. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി പ്ലസ് 1 by L v du integral 0 to L sin 2n pi x by L divided by 2n pi by L du എന്ന് പറയുമ്പോൾ x dx വരും. ഓക്കെ, clear? So the result will be expectation value of x is equal to L by 2 minus 1 by L into L നമുക്ക് ഇങ്ങനെ എഴുതാം xl divided by 2n pi sin 2n pi x by L 0 to L plus 1 by L into L by 2n pi integral 0 to L sin 2n pi x divided by L dx. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു L by 2. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ എല്ലും എല്ലും വെട്ടിപ്പോയി മൈനസ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക L divided by 2n pi sin 2n pi എല്ലും എല്ലും വെട്ടിപ്പോയി മൈനസ് ഈ 0 sin 2n pi എത്ര വരും? 0 വരും. അതവിടെ വെക്കട്ടെ. ഈ എല്ലും എല്ലും വെട്ടിപ്പോയി 1 by plus 1 by 2n pi integral cos 2n pi x by L ഒരു നെഗറ്റീവ് സൈൻ എടുക്കാം മൈനസ് ഇൻ്റഗ്രൽ സൈൻ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ 0 to L എന്ന് വരും ഡിവൈഡഡ് ബൈ 2n pi by L. അപ്പോൾ നമുക്ക് L by 2 minus 0 minus 1 by 2n pi into L divided by 2n pi into cos 2n pi minus cos 0. എക്സിന് 0 എല്ലും വെട്ടിപ്പോയി. ഇപ്പോൾ കോസ് 2n pi വന്നു. n 1 ആകുമ്പോൾ ഇതൊരു ഈവൺ കോസ് 2n pi എന്ന് പറയുന്നത് എപ്പോഴും 1 വരും. കോസ് 0 ഈസ് ഓൾവേസ് 1. അപ്പോൾ എന്ത് വരും? കോസ് 2n pi എന്ന് പറഞ്ഞാൽ കോസ്
n1 കൊടുക്കുമ്പോൾ cos 2π വരും, cos 2π 1, cos n2 കൊടുക്കുമ്പോൾ 2 × 2 4π എന്ന് പറയും, ഈവൻ നമ്പർ ആണ് വരിക, cos 2π. അപ്പോൾ cos 2π, cos 4π, cos 6π അങ്ങനെയുള്ള എല്ലാ ടേമുകളും 1 ആയിട്ട് വരും. സോ 1 - 1 0 വരും. സോ ദ റിസൾട്ട് വിൽ ബി L/2. സോ ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഈസ് L/2. സോ പാർട്ടിക്കിളിൻ്റെ ആവറേജ് പൊസിഷൻ എന്ന് പറയുന്നത് L/2 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ മോഡ് ψ1² പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, മോഡ് ψ1². മോഡ് ψ2² ആയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. മോഡ് ψ3² ആയപ്പോൾ ഇങ്ങനെയും കിട്ടി. ഈ എല്ലാ കേസുകളിലായാലും നമ്മൾ ആവറേജ് പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് x is equal to L/2 വരും. that is this result means that average position of the particle in all quantum states is in the middle of the box. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് മിഡിലിൽ ഇതായിരിക്കും. അത് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് L/2. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് നമുക്കത് കാര്യം കിട്ടി. നമുക്കിനി മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എത്ര വരും? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം പി ക്യാപ്. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പി ക്യാപ് ഇസ് ഈക്വൽ ടു, പി ക്യാപ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് h×i d/dx ആണ് വൺ ഡയമെൻഷണൽ കേസിൽ. അപ്പോൾ ഇൻറ്റഗ്രൽ -∞ to +∞ sin star of x h×i d/dx sin of x dx. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ -∞ to +∞ എന്നുള്ളതിന് നേരം 0 to L മതി. √2/L റിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതാം. sin nπx/L h×i d/dx of √2/L sin nπx/L into dx. So that is equal to 2/L into h× divided by I integral 0 to L sin nπx/L d/dx of sin nπx/L. ഈ √2/L കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തതുകൊണ്ടാണ് 2/L ആയത്. സൈനിൻ്റെ ഡിഫറൻസിയേഷൻ cos nπx/L into nπ/L into dx. ഇങ്ങനെ റെപ്രസെൻറ്റ്. ഓക്കെ, സോ ദ റിസൾട്ട് വിൽ ബി (2/L h× divided by I into nπ divided by L integral 0 to L sin nπx divided by L into cos nπx divided by L into dx. ഓക്കെ, നമുക്ക്
ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2/L h cross by I into n pi by L integral 0 to L is sin n pi x divided by L into differential of sin n pi x by L into L by n pi. ഇത് ശരിയാണോ? നമുക്കിത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിക്കാം? ഡി ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് എഴുതിയാൽ നമുക്കതിനെ കോസ് എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു എൻ പൈ ബൈ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേമിനെ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് മതി. ഓക്കെ, ഡിഫറൻഷ്യൽ ഓഫ് ദിസ് ടേം ഈസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു എൻ പൈ ബൈ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ആ എൻ പൈ ബൈ എൽ അഡീഷണൽ ടേം ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എൻ പൈ ബൈ എൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എൽ ബൈ എൻ പൈ എന്ന് എഴുതി. അല്ലെങ്കിൽ നമുക്ക് ആ എൻ പൈ ബൈ എല്ലിനെ ഇവിടെ നിർത്തിയിട്ട് തന്നെ ചെയ്യാം. ഞാൻ എൽ ബൈ എൻ പൈ എന്ന് എഴുതി. അപ്പോൾ എന്തായി? 2/L h cross by I n pi by L into L by n pi integral 0 to L sin n pi x by L d of sin n pi x by L. ഇവിടെ ഞാൻ വേരിയബിള് എക്സ്, ഇവിടെ വേരിയേഷൻ എക്സ് വേരീസ് ഫ്രം 0 to L ആണ്. പക്ഷെ ഇവിടെ ഞാൻ വേരിയബിൾ എന്ന് പറയുന്നത് ഡി എക്സ് മാറ്റി ഡി ഒ അല്ലെങ്കിൽ എക്സ് മാറ്റി സൈൻ എൻ പൈ എക്സ് ബൈ എൽ വേരിയബിൾ ആക്കി. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ഫോമിലായി എക്സ് സ്ക്വയേർഡ് ബൈ 2 എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 2/L h cross by I ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്താ? എക്സ് സ്ക്വയേർഡ് ബൈ 2. അപ്പോൾ എന്തായി? സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു എൻ. ഇപ്പം എന്ത് വരും? 2/L h cross by I sin square n pi minus sin square 0 എഴുതാം. sin square n pi 0, sin square 0 0. അപ്പോൾ എന്തായി? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ഈസ് 0. വളരെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് L/2 കിട്ടി. അതിനെ ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ 8ഉം ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ നമ്മൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സർപ്രൈസിങ്, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ മൊമെൻറ്റത്തിൻ്റെ ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 വരുന്നു. അതെങ്ങനെയാണ്? നമുക്ക് പാർട്ടിക്കിൾ പക്ഷെ അവിടെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ആവറേജ് മൊമെൻറ്റം 0 വരുന്നു. എന്തുകൊണ്ടാണ് ഈ ആവറേജ് വാല്യൂ 0 വരുന്നത്? ആവറേജ് വാല്യൂ 0 വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ബോക്സ് എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ ബോക്സിൽ പാർട്ടിക്കിൾ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഉണ്ടാവും. അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അവിടെ പോസിബിൾ ആണ്. ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിൽ പോകുന്ന മൊമെൻറ്റത്തിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂവിലായിരിക്കും നെഗറ്റീവ് വാല്യൂവിൽ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ആവറേജ് മൊമെൻറ്റം 0 ആവുന്നതാണ്. അപ്പോൾ അതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം 0 ആവാൻ കാരണം. അതൊന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എനർജി ഐഗൺ വാല്യൂസ്. എനർജി നമ്മൾ സാധാരണ ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് E is equal to p² divided by 2m എന്നാണ് കൈനറ്റിക് എനർജി. കാരണം ഈ 1 ഡയമെൻഷണൽ ബോക്സിലെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫ്രീ പാർട്ടിക്കിളാണ്. ഫ്രീ പാർട്ടിക്കിൾ ആകുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പ്രകാരം E is equal to p² divided by 2m എന്നാണ് നമ്മൾ പറയാറുള്ളത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പ്രകാരം എനർജി is equal to p² by 2m. ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എനർജി ഐഗൺ വാല്യൂസ് ഡിഫറെൻറ്റ് ക്വാണ്ടം നമ്പേഴ്സിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് E എന്നാണ് സഫിക്സ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ
ഇവിടെ പി സ്ക്വയർ 2m എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് pn സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് കൊടുക്കാം. സോ ഓർ pn സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m en എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ pn എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2m en എന്ന് വരും. അതായത് pn പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് റൂട്ട് 2m en pn മൈനസ് എന്ന് പറയുന്നത് മൈനസ് റൂട്ട് 2m en വരും. അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് കൂട്ടിയാൽ എന്ത് വരും? pn പ്ലസ് പ്ലസ് pn മൈനസ് ഡിവൈഡഡ് ബൈ 2 ഈസ് 0. സോ അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം 0 ആയിട്ട് വന്നത്. അപ്പോൾ ആവറേജ് ഇത് എന്താ പറയുക, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിലാണ്. അതായത് ടു ആൻഡ് ഫ്രോ മോഷനിൽ നമുക്ക് രണ്ട് രീതിയിൽ അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്, അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇങ്ങനെയും pn പ്ലസും, അലോങ് ദ നെഗറ്റീവ് എക്സ് ആക്സിസ് മൊമെൻറ്റം പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് മൊമെൻറ്റം pn മൈനസും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആവറേജ് മൊമെൻറ്റം 0 വന്നു. അങ്ങനെയാണ് ആവറേജ് മൊമെൻറ്റം 0 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. നമുക്ക് ഒന്നും കൂടിയും അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. pn is equal to plus or pn plus is equal to plus root 2m en 2m into n square pi square h cross square divided by 2m l square എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2m ഈ 2m വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് പ്ലസ് n പൈ h ക്രോസ് ഡിവൈഡഡ് ബൈ l എന്ന് വന്നു. pn പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് n പൈ h ക്രോസ് ഡിവൈഡഡ് ബൈ l എന്ന് എഴുതാം. pn മൈനസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് n പൈ h ക്രോസ് ഡിവൈഡഡ് ബൈ l എന്ന് വരും. സോ pn മൊമെൻറ്റം ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 10 ഇത് കൊടുക്കാം. ദീസ് ആർ ദ മൊമെൻറ്റം ഐഗൺ വാല്യൂസ്. മൊമെൻറ്റം ഐഗൺ വാല്യൂസ് മൊമെൻറ്റം ഐഗൺ വാല്യൂസ്. അപ്പോൾ ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് pn പ്ലസും പ്ലസ് pn മൈനസ് കൂട്ടുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 0 വരും. ഓക്കെ, ഇതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ 0 ആവാനുള്ള കാരണം. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ആവറേജ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 വരാനുള്ള കാരണം നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ pn പ്ലസും pn മൈനസും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളുടെ സംശയം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം ഐഗൺ ഫങ്ഷൻസ്, എനർജി ഐഗൺ ഫങ്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് en എന്ന് പറയുന്നത് n സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m l സ്ക്വയർ ആണ്. കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2/l ഇൻറ്റു സൈൻ n പൈ എക്സ് ഡിവൈഡഡ് ബൈ l ആണ്. മൊമെൻറ്റം എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ഡി ബൈ ഡി എക്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ നമ്മൾ എനർജിയുടെ കേസിലാണെങ്കിൽ എച്ച് സൈ എൻ ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ എച്ച് സൈ എൻ സിക്വൽ ടു ഇ എൻ സൈ എൻ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് എനർജി ഐഗൺ വാല്യൂ. ഇതാണ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഇത് എനർജി ഐഗൺ ഫംഗ്ഷനാണ്. സൈ എൻ ഈസ് കോൾഡ് ദ എനർജി ഐഗൺ ഫംഗ്ഷൻ. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷൻ്റെ പുറത്ത് വരും. ഇപ്പോൾ സൈ എൻ തന്നെയാണെന്ന് വിചാരിക്കാം. സൈ എൻ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് pn പ്ലസ് ഓർ മൈനസ് വാല്യൂ വരും. pn നമുക്ക് സിമ്പിളായിട്ട് pn എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് വാല്യൂ വരും. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, pn തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. pn ഇസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് n പൈ എച്ച് ക്രോസ് ഡിവൈഡ് ബൈ l എന്ന് എഴുതാം. അപ്പോൾ pn സൈ n എന്ന് എഴുതാം. ഇതാണ് എനർജി ഐഗൺ വാല്യൂ, അല്ല മൊമെൻറ്റം ഐഗൺ വാല്യൂ. അപ്പോൾ ഇതെന്തായിരിക്കും? മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളുടെ ചോദ്യം, ഈ വേവ് ഫംഗ്ഷൻ സൈ എനും ഈ വേവ് ഫംഗ്ഷനും സെയിം ആണോ? ബോത്ത് ആർ സെയിം. സൈ എൻ എന്ന് പറയുന്നത് ശരിക്കും ഈ സൈ എൻ തന്നെയാണോ ഈ സൈ എൻ എന്നുള്ളതാണ്. എനർജി ഐഗൺ ഫംഗ്ഷൻ തന്നെയാണോ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻ? അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ
ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് psi n ഈസ് നോട്ട് identical to the energy eigenfunction root 2 by L sin n pi x by L. Energy eigenfunction and momentum eigenfunction are different. Energy eigenfunction and momentum eigenfunctions energy eigenfunctions and momentum eigenfunctions are different. എങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാം? ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? ഇത് സെയിം അല്ലേ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ നമുക്ക് let us first check whether the momentum eigenfunction psi n is psi n or not. Psi n means root 2 by L sin n pi x by L. അത് മൊമെന്റം ഐഗൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഐഗൺ വാല്യൂ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ പി എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഐ. പി സൈ എൻ എന്ന് പറഞ്ഞാൽ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഐ ഡി ബൈ ഡി എക്സ്. സൈ എൻ എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് 2 ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് വരും. ഇതാണ് എൽ എച്ച് എസ് ഐഗൺ വാല്യൂ ഇക്വേഷൻ്റെ. നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ എൽ ഐ ഇൻറ്റു റൂട്ട് 2 ബൈ എൽ കോസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൻ പൈ ബൈ എൽ എന്ന് വന്നു. അപ്പോൾ എന്തായി? എച്ച് ക്രോസ് ഇപ്പോൾ സം കോൺസ്റ്റൻ്റ് എന്തൊക്കെ വന്നു? എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ ഐ എൻ പൈ ബൈ എൽ ഇൻറ്റു റൂട്ട് 2 ബൈ എൽ എന്ന് വന്നു. ഇൻറ്റു കോസിൻ്റെ ടൈമാണ് വരുന്നത്. കോസ് എൻ പൈ എക്സ് ബൈ എൽ. ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇതൊരു ഐഗൺ വാല്യൂ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. പി സൈ എൻ ഈസ് നോട്ട് ഈക്വൽ ടു പി എൻ സൈ എൻ. സോ സൈ എൻ is equal to root 2 by L sin n pi x divided by L is not a momentum eigenfunction. അതൊരു മൊമെന്റം ഐഗൺ ഫംഗ്ഷൻ അല്ല. ഏത്? സൈ എൻ എന്ന് പറയുന്നത് ഒരു മൊമെന്റം ഐഗൺ ഫംഗ്ഷൻ അല്ല. നമ്മൾ ഈ എഴുതിയ ഇത് എനർജി ഐഗൺ ഫംഗ്ഷൻ മാത്രമാണ്. മൊമെന്റം ഐഗൺ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്കഷൻ നമുക്ക് അടുത്ത ലെക്ചറിൽ ചെയ്യാം. അടുത്ത ലെക്ചറിൽ നമ്മൾ മൊമെന്റം ഐഗൺ ഫംഗ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് പറയും. നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലായി. 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കണ്ടുപിടിച്ചു, അത് L/2 എന്ന് കിട്ടി. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെന്റം 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. മൊമെന്റം ഐഗൺ വാല്യൂ ഇക്വേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തപ്പോൾ ആ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി ഐഗൺ ഫംഗ്ഷനും തമ്മിൽ ഡിഫറൻ്റ് ആണെന്നും ആ മൊമെന്റം ഐഗൺ ഫംഗ്ഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മൊമെന്റം ഐഗൺ വാല്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നും ഐഗൺ വാല്യൂ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാക്കി. ആ മൊമെന്റം ഐഗൺ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.